ചില കേസുകളിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ വളരെ ശ്രദ്ധേയമാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഒരു ഹർജി തള്ളിക്കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ വിധിയിൽ വളരെ കാതലായ ചില കാര്യങ്ങൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ വഖഫ് ഭൂമി ഉപയോഗം കൊണ്ടും അല്ലാതെയും ഒക്കെ വഖഫ് ചെയ്തിരിക്കുന്ന ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാർ വഖഫ് ആക്ട് അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് ഒരു കാലാവധി നിശ്ചയിച്ചു. ആ കാലാവധി അടുത്ത് തന്നെ അവസാനിക്കുകയാണ്. അവസാനിക്കുന്ന കാലാവധി നീട്ടിക്കൊടുക്കണം, ആ സമയപരിധി നീട്ടിക്കൊടുക്കണം. അതിന് സുപ്രീം കോടതി ഇടപെടണം, കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചിലർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ കേസിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണവും ആ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയുമാണ് ഏറ്റവും മാതൃകാപരമായിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ആരാണ് ഹർജിക്കാർ എന്നുകൂടി നമ്മൾ അറിയണം. ഈ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് 1, 2 കേരള വഖഫ് ബോർഡ്, 3 സമസ്ത, ഇവരൊക്കെയാണ് ഹർജിയുമായിട്ട് പോയത്. ഈ കേരളത്തിലെ വഖഫ് ബോർഡ് നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ചതാണ്. അതിൽ ഏറിയ കൂറും ഏതാണ്ട് 10 അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ 7 പേരും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ്. സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, മുസ്ലിം ലീഗ് പ്രതിപക്ഷത്താണ്, ഒക്കെ ശരിയാണ്. പക്ഷേ കേരള വഖഫ് ബോർഡിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് മുസ്ലിം ലീഗിനാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിയോഗിച്ചിരിക്കുന്ന അവരുടെ പ്രതിനിധികൾക്കാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ പോയെങ്കിൽ, ഈ സമയപരിധി നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ട് പോയെങ്കിൽ അതിൻ്റെ പുറത്ത് മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. എന്തായാലും ഈ ഇടതുപക്ഷവും മുസ്ലിം ലീഗും തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഉൾപ്പെടെ തെളിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഉമീദ് പോർട്ടലിൽ ഇത് ഈ വഖഫ് വിവരങ്ങൾ, ഭൂമി സംബന്ധമായ വിവരങ്ങൾ ഒക്കെ രജിസ്റ്റർ ചെയ്യണം, അതിൻ്റെ വിശദാംശങ്ങൾ നൽകണം എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചപ്പോൾ അതിനെതിരെ അത് പാടില്ല, അത് ഒഴിവാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന ആൾക്കാർ നിരവധിയാണ്. ഞാൻ അവരുടെ രാഷ്ട്രീയം ചോദ്യം ചെയ്യുന്നില്ല. കാരണം അവർക്ക് രാഷ്ട്രീയമായിട്ട് അത്തരത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഒരു ട്രസ്റ്റിന് കീഴിലുള്ള വസ്തുവകകളെ കുറിച്ച് കണക്ക് വേണ്ടേ? അതോ കണക്കില്ലാതെ ട്രസ്റ്റിലേക്ക് സ്വത്തുക്കൾ കുമിഞ്ഞു കൂടട്ടെ എന്നാണോ? എത്ര വേണമെങ്കിലും സ്വത്തുക്കൾ വന്നോട്ടെ, പക്ഷേ അത് കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തണ്ടേ? ഈ നാട്ടിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു ഭരണവും ആ ഭരണത്തിന് മാർഗദർശിയായിരിക്കുന്ന ഒരു ഭരണഘടനയും ഒക്കെയുള്ള നാടല്ലേ ഇത്? അങ്ങനെ ആർക്കെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ, മതത്തിൻ്റെയോ ന്യൂനപക്ഷത്തിൻ്റെയോ ഒക്കെ പേരിൽ അങ്ങനെ എന്ത് ഇളവും വകവെച്ചു കൊടുക്കാം എന്നാണോ? എന്തായാലും അത് സാധിക്കില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ഉമീദ് പോർട്ടലിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാം. ഈ വഖഫ് ട്രൈബ്യൂണലുണ്ട്, വഖഫ് ട്രൈബ്യൂണലിന് അതിൽ തീരുമാനമെടുക്കാൻ സാധിക്കും. ഇനി സമയപരിധി നീട്ടണമെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാം. പിന്നെ എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനൊരു ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കൃത്യമായിട്ട് പറയുന്നു, സമയപരിധിയിൽ സാവകാശം തേടാൻ നിയമത്തിലെ 3B വകുപ്പ് അനുവദിക്കുന്നുണ്ട്. ഇത് പരിഗണിച്ച സുപ്രീം കോടതി പരിഹാരം നിയമത്തിൽ തന്നെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി വളരെ
കൃത്യമായി വ്യക്തമായി ഹർജിക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ 6 മാസ കാലാവധി അവസാനിക്കും മുമ്പ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ ഹർജിക്കാർക്ക് അവകാശമുണ്ട്, നിങ്ങൾക്ക് സമീപിക്കാം എന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗാളിൽ മമതാ സർക്കാർ ഈ വഖഫ് ഭേദഗതിയുമായിട്ട് ബീഹാർ കടന്ന് ബംഗാളിൻ്റെ അതിർത്തിയിലെത്തിയാൽ ആ വരുന്നവരെ അടിച്ചോടിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് അതേ മമതാ സർക്കാർ 2 ദിവസം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 48 മണിക്കൂറിന് മുമ്പ് അവിടെ റവന്യൂ അധികാരികൾക്കും അവിടുത്തെ വഖഫ് ബോർഡിനും ഒക്കെ നിർദ്ദേശം കൊടുത്തു. കാര്യങ്ങൾ ഈ നിങ്ങളുടെ കൈവശമുള്ള രേഖകൾ മുഴുവനും ഉമീദ് പോർട്ടലിൽ എൻ്റർ ചെയ്യുക, രേഖപ്പെടുത്തുക, ഉൾക്കൊള്ളിക്കുക എന്ന് നിർദ്ദേശം കൊടുത്തു. അതിന് കൂടുതൽ സഹായം വേണമെങ്കിൽ, അതായത് കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണമെങ്കിൽ, മറ്റെന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം വേണ്ടതുപോലെ ചെയ്തു കൊള്ളുക എന്ന നിർദ്ദേശം കൊടുത്തു മമതാ സർക്കാർ. മമതയാണ് ഏറ്റവും കൂടുതൽ വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മമത വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഈ വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കിയപ്പോൾ ബംഗാളിൽ കലാപം പോലും ഉണ്ടായി. അത് അടിച്ചമർത്തുന്നതിൽ ഏകപക്ഷീയമായി വഖഫിന്റെ പേരും പറഞ്ഞ് ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ഒരവസ്ഥ മുർഷിദാബാദ്, മാൾഡ, 24 പർഗാനസ് തുടങ്ങിയ ജില്ലകളിൽ ഉണ്ടായിട്ട് അത് അടിച്ചമർത്തുന്നതിൽ പോലും മമത ഒരു ശുഷ്കാന്തി കാണിച്ചില്ല, ഗൗരവത്തിൽ അത് എടുത്തില്ല എന്ന ആക്ഷേപവും ആരോപണവും BJPക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിന് പോലും ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരായ ഒരു അച്ഛനെയും മകനെയുമാണ് അവിടെ നിഷ്കരുണം കൊലക്കത്തിക്ക് ഇരയാക്കിയത് എന്നുകൂടി നമ്മൾ ഓർക്കണം ഈ അവസരത്തിൽ. ഇങ്ങനെ ഒക്കെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ബംഗാളിലാണ് മമത പ്ലേറ്റ് മാറ്റിയത്. മമത വളരെ കൃത്യമായിട്ട് ഉമീദ് പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അപ്പോഴാണ് ഇവിടുന്ന് കേരളത്തിലെ വഖഫ് ബോർഡും കേരളത്തിലെ സമസ്തയും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യവും പറഞ്ഞു കോടതിയിൽ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും അവർ കോടതിയിൽ പോകും, അത് തീർച്ചയാണ്. വഖഫ് നിയമ ഭേദഗതി തന്നെ തള്ളിക്കളയണം, അതിന് സ്റ്റേ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കേസ് നടക്കുകയാണ് സുപ്രീം കോടതിയിൽ. അതൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഇവിടെ ഇതുപോലെ വഖഫ് നിയമ ഭേദഗതിക്കുള്ളിലെ ഓരോ ക്ലോസും ചൂണ്ടിക്കാട്ടി അതിനെതിരെ ഹർജിയുമായിട്ട് കേരളത്തിൽ നിന്ന് ഇടതനും വലതനും ഒരു ഉളുപ്പുമില്ലാതെ സുപ്രീം കോടതിയിൽ ചെന്ന് തോറ്റ് നാണം കെട്ട് തൊപ്പിയിട്ട് തിരിച്ചു വരുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ പാസ്സായെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. സുപ്രീം കോടതി നിയമം വിട്ട് ഒന്നും ചെയ്യില്ല, ഒരിടത്തേക്കും പോയിട്ടില്ല. വളരെ കൃത്യമായിട്ട് കോടതി പറയേണ്ടത് പറഞ്ഞിരിക്കുന്നു. അനുകരണീയമായ മാതൃക കൃത്യമായിട്ടും സുപ്രീം കോടതി ഒരിക്കൽ കൂടി ഈ കാര്യത്തിൽ തെളിയിച്ചിരിക്കുകയാണ്.